ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ PYQ സീരീസ് ആണ്. അതിൽ നമ്മൾ ഭാഗം 1 തൊട്ട് 7 വരെ കഴിഞ്ഞായിരുന്നു. ഇനി ഭാഗം 8 ആണ്, പാർട്ട് 7 ആണ്. ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം മുട്ടും കളഞ്ഞില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. 51ാമത്തെ ചോദ്യം, ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വിവേകാനന്ദ സ്വാമികൾ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, ശ്രീനാരായണ ഗുരു ആണ്. ദാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് അല്ലെ. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ്. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള വ്യക്തിയാണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ്. അതായത് ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 20 ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ആണ്. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. മറ്റു രചനകൾ ഏതൊക്കെയാണ്? ശിവശതകം, ദൈവദശകം, ദൈവദശകമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, അനുകമ്പാ ദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളി നാടകം തുടങ്ങിയവയൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകൾ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ദർശനമുണ്ട്, ജാതി ലക്ഷണമുണ്ട്, ജാതി മീമാംസ അത് ചോദിച്ചിട്ടുണ്ട്, ജാതി മീമാംസ എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ്. അടുത്ത ചോദ്യം, കന്യാകുമാരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, വൈകുണ്ഠ സ്വാമികളാണ്. കന്യാകുമാരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ്, സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, വൈകുണ്ഠ സ്വാമികൾ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പേര് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. എന്നാൽ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്നാണ് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ഠ സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത് തിരുക്കുറലാണ്. വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിനായി തരുന്ന സ്ഥലം ഏതാണ്? സ്വാമിത്തോപ്പാണ് അല്ലെ. അടുത്ത ചോദ്യത്തേക്ക് നോക്കാം. 53ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ആഗമാനന്ദൻ, ഓപ്ഷൻ സി പള്ളത്തുരാമൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1917. 1917 ആത്മവിദ്യാ സംഘം ആരംഭിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് സ്വതന്ത്ര ചിന്താമണി എന്നാണ്. ആ കവിതയുടെ രചയിതാവും ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളമാണ്. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഏത്? അഭിനവ കേരളം എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒരു വാരികയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ വാരികയുടെ പേരെന്താണ്? ആത്മവിദ്യാ കാഹളം എന്നാണ്. അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ രാമകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ സി KP കേശവ മേനോൻ, ഓപ്ഷൻ ഡി CV കുഞ്ഞിരാമൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യം, 55ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ, ഓപ്ഷൻ സി P പൽപ്പു, ഓപ്ഷൻ ഡി പൊയ്ക്കയിൽ കുമാരഗുരു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 56ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. നമ്മൾ പറഞ്ഞല്ലോ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് സവർണജാഥ നയിച്ചത്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ച വർഷം എന്ന് പറയുന്നത് 1924. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു സവർണജാഥ. സവർണജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു.
അദ്ദേഹത്തിന് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. താലികെട്ട് കല്യാണം എന്നൊരു അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് 1959. പത്മഭൂഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, അത് 1966. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്താണ്? എന്റെ ജീവിത സ്മരണകൾ എന്നുള്ളതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യം. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ രാരിച്ചൻ മൂപ്പൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളിയാണ്. എന്തിനായിരുന്നു അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്? അതായത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. അദ്ദേഹം ഏത് സമുദായത്തിലാണ് ജനിച്ചത്? പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എന്നായിരുന്നു? 1893. എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു? വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഈ പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. അത് സ്ഥാപിച്ചത് 1905. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് സമയത്താണ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. സ്ഥാപിതമായ വർഷം 1907 അല്ലെ. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതായത് പുലയരുടെ രാജാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് EK നായനാരാണ്. അടുത്ത ചോദ്യം 59ാമത്തെ ചോദ്യം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് അല്ലെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമേ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ഉണ്ണി നമ്പൂതിരിയാണ് അല്ലെ. 1920. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകനാണ്. VT ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേരെന്താണ്? വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. 1912 VT ഭട്ടതിരിപ്പാട് 16ാമത്തെ വയസ്സിൽ മുണ്ടമുഖ ശാസ്താക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. 1919 VT ഭട്ടതിരിപ്പാട് നേതൃത്വത്തിൽ ഒരു സംഘടന ആരംഭിക്കുകയുണ്ടായി. ആ സംഘടനയുടെ പേരാണ് നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന വിവാദ പരാമർശം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ചോദ്യം 60ാമത്തെ ചോദ്യം. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു അല്ല, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 61ാമത്തെ ചോദ്യം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ് അല്ലെ. അടുത്തത് 62ാമത്തെ ചോദ്യം. സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ് അല്ലെ. 63ാമത്തെ ചോദ്യം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി പ്ലേഗ്, ഓപ്ഷൻ സി കുഷ്ഠം, ഓപ്ഷൻ ഡി ക്ഷയം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടൈഫോയിഡ് ആണ്. അടുത്തത് 64ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് എന്നുള്ളതാണ്. 24 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ ഉള്ളത്. എത്രയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 24. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 206, 206 ആണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ്? 639 ആണ്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 ആണ് അല്ലെ. അടുത്ത ചോദ്യം 65ാമത്തെ ചോദ്യം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം D ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ACE എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ.
അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യം, കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? ഇത് ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 66ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. 67ാമത്തെ ചോദ്യം, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? എപ്പിഫൈറ്റുകളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പരാത സസ്യങ്ങളിൽ നിന്നും ശവോപജീവികളിൽ നിന്നും ആരോഹികളിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം എന്താണ്? 68ാമത്തെ ചോദ്യം, ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂകാണ്ഡം എന്ന് പറയുമ്പോൾ ഏതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആണ്, ഉരുളക്കിഴങ്ങാണ് അല്ലേ. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം, പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹരിത, ഓപ്ഷൻ ബി ജ്യോതിക, ഓപ്ഷൻ സി ലോല, ഓപ്ഷൻ ഡി മാലിക. ഹരിതയാണ്. അടുത്ത ചോദ്യം 70ാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്, അതല്ല. ഓപ്ഷൻ ബി ആണ് ചാവക്കാട് ഓറഞ്ച് ബൈ വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് എന്നായിരുന്നു ചോദ്യം. ഏതായിരുന്നു റൈറ്റ് ആൻസർ? വന്നിട്ട് ഓപ്ഷൻ ബി ആയിരുന്നു, ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ അല്ലേ. അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതൊക്കെയെന്നാണ്. 2ഉം 4ഉമാണ് ഐസോടോപ്പുകൾ. അതെവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബിയിലാണ് കൊടുത്തിരിക്കുന്നത്, 2ഉം 4ഉം എന്നിവ അല്ലെ. അടുത്ത ചോദ്യം 72ാമത്തെ ചോദ്യം, ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അലുമിനിയം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, അലുമിനിയം തന്നെയാണ്. ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി സിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് തന്നെയാണ്? അലുമിനിയം തന്നെയാണ്. അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യം, മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 74. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, NaCO3. അടുത്തത് 76ാമത്തെ ചോദ്യം, ഊർജത്തിന്റെ ഡയമെൻഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത ചോദ്യം 78ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരതയുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വായു, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി ജലം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജലമാണ്. 79ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷിനാണ്. ഇതിനാണ് ഗുരുത്വ ബലത്തിനാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ഷീണ ആണവ ബലം, പ്രബല ആണവ ബലം, വൈദ്യുത കാന്തിക ബലം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ശക്തി കുറഞ്ഞത് ഓപ്ഷൻ എ ആണ്. 80ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് 20,000 ഹെർട്സ് ആണ്. അടുത്തത് 81ാമത്തെ ചോദ്യം, 1,00,000 എത്ര ആയിരങ്ങളുണ്ട് എന്നുള്ളതാണ്. എത്ര ആയിരമുണ്ട്? 1,00,000 എത്ര ആയിരമുണ്ട്? ഓപ്ഷൻ ബി 100 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 82ാമത്തെ ചോദ്യം, 40 മൈനസ് 8 ഡിവിഷൻ 2 × 3 ഈസ് ഈക്വൽ ടു എത്രയാണെന്നുള്ളതാണ് അല്ലേ. എത്രയാണ്? 40 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2 × 3 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എ 48 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 38 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി 28 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി 18 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 28 ആണ്. 83ാമത്തെ ചോദ്യം, 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകളിൽ വിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 മണിക്ക് കത്തിയെങ്കിൽ വീണ്ടും എപ്പോഴാണ് അവ ഒരുമിച്ച് പ്രകാശിക്കുക? 9 മണിക്കാണ്. 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസാക കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2 ആണ്. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം എന്താണ്? നീളം 3/3/4 മീറ്ററും വീതി 1/3 മീറ്ററുമായ ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണെന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 86ാമത്തെ ചോദ്യം, 18.793
ഏത് സംഖ്യ കൂട്ടിയാലാണ് 50 കിട്ടുക എന്നുള്ളതാണ്. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 87ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് 2502 ആണ്. 88ാമത്തെ ചോദ്യം. ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ നിന്ന് 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി വയസ്സ് ഒന്നുകൂടി. എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര വയസ്സാണ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 47 ആണ്. 89. 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ്. 855 ആണ്. 90ാമത്തെ ചോദ്യം. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ 10 സെക്കൻഡ്. 91ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ആണ്. ഓപ്ഷൻ എ 7 ആണ്. 7. 92ാമത്തെ ചോദ്യം. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 1, 2, 4, 7, 11, 16 ആണ് അടുത്ത സംഖ്യ എന്ന് പറയുന്നത്. 93ാമത്തെ ചോദ്യം. സമാന ബന്ധം കണ്ടെത്തുക. ചെറുത്, വലുത്, ഉദയം, അസ്തമയം. അല്ലെ, എളുപ്പമാണ്. ഓപ്ഷൻ ഡി ആണ്. 94 ബെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനൊരു സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 95ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത്തേത് ഏത് സംഖ്യയാണ്? 325 ആണ്. 325 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 325. 96ാമത്തെ ചോദ്യം. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് എന്നുള്ളതാണ്. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. അല്ലേ, ശരിയായ രീതിയിൽ ക്രമീകരിച്ച ഏതാണ്? റൈറ്റ് ആൻസർ വന്നിട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ എ പരുന്ത്, പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി എന്നാണ്? പാമ്പ്, പരുന്ത്, പുല്ല്, തവള, പുൽച്ചാടി. ഫുഡ് ചെയിൻ ആണല്ലേ. അപ്പോൾ റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. 97ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. ACE, KMO, GHJ, RTV. റൈറ്റ് ആൻസർ GHJ ആണ്. താഴെ കൊടുത്തിട്ടുള്ളത് വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ത്രികോണം തന്നെയാണ്. ചതുരം, സമാന്തരികം, സമചതുരം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ത്രികോണമാണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 99ാമത്തെ ചോദ്യം. 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകും. എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. 15, 5, 10, 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 10. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 10 ആണ്. അടുത്ത ചോദ്യം. 100ാമത്തെ ചോദ്യം. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ലതയുടെ റാങ്ക് മുന്നിൽ നിന്ന് 15ാമതാണെങ്കിൽ അവസാനത്തു നിന്നും ലതയുടെ റാങ്ക് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്. 26. ഓക്കെ, അപ്പം നമ്മൾ 10th പ്രിലിംസിൻ്റെ PYQ സീരീസിലെ പാർട്ട് 8 അല്ലെ, ഭാഗം 8 ആണ് നമ്മൾ കഴിഞ്ഞത്. പാർട്ട് 8 ആണ്. അതിൽ 50 ക്വസ്റ്റ്യൻസ്, ഒറ്റ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അതിൽ നോക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടും ഈ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ പറയാൻ പോകുന്നത് കുറച്ച് വർഷങ്ങളാണ്. 1882, 1891, 1895, 1912, 1914, 1916, 1922, 1925. എന്തൊക്കെയാണ് ഈ വർഷങ്ങളിലെ പ്രത്യേകതകൾ? നവോത്ഥാന നായകന്മാരും ഈ വർഷങ്ങളും തമ്മിൽ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട് അല്ലേ. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? അതായത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ്. ശ്രീനാരായണ ഗുരും നവോത്ഥാന നായകന്മാരും തമ്മിൽ കണ്ടുമുട്ടിയ വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. ശ്രീനാരായണ ഗുരു കുമാരനാശനെ കണ്ടുമുട്ടിയത് 1891 കായിക്കരയിൽ വെച്ചിട്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ചിട്ടായിരുന്നു. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു.
എവിടെയായിരുന്നു? ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് 1916. ഇനി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922, ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. അത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ്. രവീന്ദ്രനാഥ ടാഗോർ കണ്ടു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആര് വന്ന് സന്ദർശിച്ചത്? മഹാത്മാഗാന്ധി വന്ന് സന്ദർശിച്ചത് അല്ലേ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് 1922 ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെയാണ്. അവിടെ വെച്ചിട്ട് തന്നെയാണ് മഹാത്മാഗാന്ധി ഗുരുവിനെ സന്ദർശിച്ചതും 1925 മാത്രം. അപ്പോൾ 1882, 1891, 1895, 1912, 1914, 16, 22, 25. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ളത് ഏതാണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ്. അതേതാണ്? 1925. എവിടെ വെച്ചിട്ടാണ്? ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഓക്കെ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങൾ ഏതൊക്കെയാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അത് ഏത് കൃതിയിൽ നിന്നാണ്? ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലേണോ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.